വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യു കെയിൽ പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള വഴികളും അതുപോലെ തന്നെ യു കെയിൽ പാർട്ട് ടൈം ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആൾക്കാരുടെ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് യു കെയിലെ പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. ചിലർ കെയർ ഹോം ജോബ്സ് നോക്കും, ചിലർ റെസ്റ്റോറൻറ്റ് ജോബ്സ് നോക്കും, ചിലർ ഡെലിവറി ജോബ്സ് നോക്കും. അങ്ങനെ ഒരുപാട് ജോലി അവസരങ്ങൾ നമുക്കിവിടെ യു കെയിലുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാർ നോക്കുന്നത് കെയർ ഹോം വർക്ക്സാണ്. ഈ ഔട്ടർ ലണ്ടനിലൊക്കെ നിൽക്കുന്നവരൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് കെയർ ഹോം വർക്ക്സാണ്. അതുപോലെ തന്നെ വെയർ ഹൗസ് ജോബ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. ഞാൻ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ജോബ്സാണ്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണുള്ളത്. ചിലർ പറയാറുണ്ട് ഇന്നർ ലണ്ടനിൽ ഒരുപാട് എക്സ്പെൻസീവാണ്, അതുപോലെ തന്നെ ഔട്ടറിൽ എടുക്കുകയാണ് നല്ലത്, ഇന്നർ എടുക്കാൻ നല്ലതല്ല. ഇന്നറിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ ഔട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ എക്സ്പെൻസ് കുറവാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നർ ലണ്ടനിലാണ്, സ്ട്രാറ്റ്ഫോർഡാണ് നിൽക്കുന്നത്. ഇവിടെ അത്ര എക്സ്പെൻസ് ഒന്നുമില്ല. £300 മാത്രമേ മന്ത്ലി റെൻ്റ് ഉള്ളൂ. അപ്പോൾ ഔട്ടറിലും ഏകദേശം ഈ ഒരു £300 അടുത്ത് തന്നെ ഔട്ടറിലും റെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഔട്ടറിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു £8 നിങ്ങൾക്ക് പെർ ഹവർ കിട്ടുകയാണെങ്കിൽ, പക്ഷേ ഇവിടെ നിങ്ങൾ ഇന്നർ ലണ്ടനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മിനിമം £10 വെച്ചിട്ട് മണിക്കൂറിന് കിട്ടും. 10 to 11, 12 അങ്ങനെ പൗണ്ട്സൊക്കെ മണിക്കൂറിന് കിട്ടും. അപ്പോൾ ഏകദേശം ഈ അക്കോമഡേഷനും എക്സ്പെൻസൊക്കെ ഇന്നറിലും ഔട്ടറിലൊക്കെ സെയിം തന്നെയാണ്. എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഔട്ടറിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സിനാണെങ്കിലും എന്ത് ജോബ്സിനാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം, നിങ്ങളുടെ മണിക്കൂർ വൈസായിട്ടുള്ള ഈ ഇൻകം കുറവായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നർ ലണ്ടൻ നോക്കുകയാണ് നല്ലത്. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ഔട്ടറിൽ നിൽക്കണം നല്ലത്, ഇന്നറിൽ നിൽക്കേണ്ടതെന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിരിക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കാം. ഇന്നറിൽ നിൽക്കേണ്ട ഒരു പ്രശ്നമില്ല. ഇന്നറിൽ അങ്ങനെ ഒരുപാട് വലിയ എക്സ്പെൻസൊന്നും നിങ്ങൾക്ക് വരാനില്ല. ഇനിയിപ്പോൾ ഔട്ടറിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ജോബ്സ് എന്ന് പറയുന്നത് വെയർ ഹൗസ് ജോബ്സും അതുപോലെ തന്നെ കെയർ ഹോം ജോബ്സുമാണ്. ഈ ഒരു 2 ജോബ്സ് മാത്രമേ നിങ്ങൾക്ക് ഔട്ടറിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുള്ളൂ. കാരണം അവിടെ കൂടുതലായിട്ടുള്ളത് വെയർ ഹൗസുകളും അതുപോലെ തന്നെ കെയർ ഹോമുകളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇന്നർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കെയർ ഹോം ജോബ്സ് ഉണ്ട്, വെയർ ഹൗസ് ജോബ്സ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ജോബ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ജോലി അവസരങ്ങളുണ്ട് പാർട്ട് ടൈമിന് വേണ്ടിയിട്ടുള്ള. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജോലി കിട്ടി. കാരണം അത് സെൻട്രൽ ലണ്ടനിൽ ഇതുപോലെ നടക്കുമ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ഓരോ ഷോപ്പുകളുടെ മുമ്പിലൊക്കെ ഹയറിംഗ് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കാണും. വി ആർ ഹയറിംഗ്, അതുപോലെ തന്നെ വി ആർ റിക്രൂട്ടിങ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ബോർഡ് കാണും. അപ്പോൾ ഒരു ഹയറിംഗ് എന്നുള്ള ബോർഡൊക്കെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ CV കൊടുത്താൽ അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് നിങ്ങളെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കും. ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് അവർ വിളിക്കും. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറായിരിക്കും ചിലപ്പോൾ ട്രയൽ ഉണ്ടായിരിക്കുക. റെസ്റ്റോറൻറ്റ് ജോബ്സ് ആണെങ്കിൽ 2-3 മണിക്കൂർ ഒരു ദിവസം ഒരു ട്രയലിന് വിളിക്കും. എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ജോബായിട്ട് പോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള മനോഭാവം, അതൊക്കെയാണ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ട്രയൽ എന്ന് പറയുന്നത് 2 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ അന്ന് തന്നെ പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് വന്നോളാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് എല്ലാ ഒരു റെസ്റ്റോറൻറ്റ് ജോബ്സിൻ്റെയൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ബാർ അറ്റൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വർക്ക്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ വെയർ ഹൗസ് ജോബ്സ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വെയർ ഹൗസ് അവൈലബിൾ ആണ്. ഇന്നറിലാണെങ്കിലും ഔട്ടറിലാണെങ്കിലും ഒരുപാട് വെയർ ഹൗസ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ഈ ഇൻഡീഡ് വഴിയും അതുപോലെ തന്നെ ആപ്സ് വഴിയൊക്കെയാണ് വെയർ ഹൗസ് ജോബ്സും അതുപോലെ തന്നെ കെയർ ഹോം ജോബ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഇൻഡീഡ് ആപ്സുകളിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വെബ്സൈറ്റുകളിലും ഒക്കെ ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടുക. ഇനി അതൊന്നും കിട്ടിയില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. ജസ്റ്റ് ഒന്നാണ് നടക്കുക, വെറുതെ റൂമിലിരിക്കാതെ ജസ്റ്റ് ഒക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ നടന്നാൽ നിങ്ങൾക്ക് അവിടേക്ക് ഇവിടേക്ക് ആയിട്ട് ഒരു ജോബ് ഹയറിങ്ങിൻ്റെ ബോർഡ്സൊക്കെ കാണാൻ സാധിക്കും. അവിടെ കയറിയിട്ട് CV വഴി അപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ CV പ്രിൻറ്റ് ചെയ്തിട്ട് വരാൻ നോക്കുക. കാരണം ഇവിടെ CV പ്രിൻറ്റ് ചെയ്യാൻ ഇവിടെ ഒരു കോപ്പിക്കൊക്കെ £1, £1.5 നിങ്ങൾക്ക് ഒരു പ്രിൻറ്റിങ്ങിന് വരുന്നത്. ഒരു പൗണ്ടൊക്കെ എന്ന് പറയുമ്പോൾ 100 രൂപയായി. 100 രൂപ ഒരു കോപ്പിക്ക്. നമ്മുടെ നാട്ടിലെ 100 രൂപയാണ് ഇവിടെ ഒരു പ്രിൻ്റ് എടുക്കാൻ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ അത്യാവശ്യം CV ഒരു 10-20 കോപ്പിയൊക്കെ കയ്യിൽ വയ്ക്കാം. കാരണം നമുക്കിവിടെ പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിലും എന്തിനാണെങ്കിലും CV വഴിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിൽ പോലെ കയറി ചെന്നിട്ട് ചോദിക്കാനൊന്നും പറ്റില്ല. CV വഴി അപ്ലൈ ചെയ്തിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത്ര വലിയ കാര്യമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒന്നുമില്ല. അവർ ജസ്റ്റ് കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവർക്കറിയാം നമ്മൾ ഇൻ്റർനാഷണലാണ്, അതുപോലെ ഇംഗ്ലീഷ് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഏകദേശം സംഭവം അറിയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, അതൊക്കെ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം.
ഇപ്പോൾ ചില ആൾക്കാർക്ക് റെസ്റ്റോറൻറ്റ് ജോബ്സ് ഇഷ്ടമായിരിക്കില്ല, ചില ആൾക്കാർക്ക് കെയർ ജോബ്സ് ഇഷ്ടമായിരിക്കില്ല. കെയർ ജോബ്സിനെ കുറിച്ചിട്ടുള്ളൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. ഒരുപാട് പേര് നോക്കുന്നതാണ് കെയർ ജോബ്സൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഞാനത് ചെയ്തിട്ടില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. കെയർ ജോബ്സിൽ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വിവരം വെച്ചിട്ട് കെയർ ജോബ്സിൽ കൂടുതലായിട്ടും ഈ ഒരു വയസ്സായ ആൾക്കാരെ നമ്മൾ നോക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡ് കൊടുക്കുക. അതൊക്കെയാണ് ഈ ഒരു കെയർ ജോബ്സിൽ കൂടുതലായിട്ടും വരുന്ന ജോലി എന്ന് പറയുന്നത്. ഇനി റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്താണ്, വെയിറ്റേഴ്സായിട്ട് നിൽക്കാൻ ചിലപ്പോൾ പറയും, അതുപോലെ തന്നെ കിച്ചൺ പോർട്ടറായിട്ട് നിൽക്കാൻ പറയും. കിച്ചൺ പോർട്ടർ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വരുന്ന പാത്രങ്ങൾ കഴുകുക. ഞാൻ നിൽക്കുന്നത് വെയിറ്ററായിട്ടാണ്. വെയിറ്റർ ആകുമ്പോൾ നിങ്ങളവിടെ ഓർഡർ എടുക്കുക, ജസ്റ്റ് ഫുഡ് സെർവ് ചെയ്യുക, അത്രേ വരുന്നുള്ളൂ. അതാണ് വെയിറ്റർ. വലിയ സീനുള്ള പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ കെയർ ഓഫ് ജോബ്സിലൊക്കെ ചിലർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല, കാരണം വയസ്സാൾക്കാരെ നോക്കുക, അതുപോലെ തന്നെ അവരെ നല്ല ക്ഷേമമാണ്. അവർ ചിലപ്പോൾ നമ്മളെ ചീത്ത പറഞ്ഞൊക്കെ വരും. ചില ടൈമിൽ അവർക്ക് കറക്റ്റ് ഫുഡ് കൊടുത്തില്ല, ചില ടൈമിൽ അവർക്ക് ഫുഡ് ഇഷ്ടമായെന്ന് വരുന്നില്ല. അവർ അങ്ങനെയുള്ള ടൈമിലൊക്കെ ചിലപ്പോൾ അവർ നമ്മളെ ചീത്ത പറഞ്ഞു തരും കെയർ ഓഫ് ജോബ്സിലൊക്കെ. അത് ചില ആൾക്കാർക്കൊന്നും അത് ഇഷ്ടാവില്ല. അപ്പോൾ ചിലവർക്കൊന്നും കെയർ ഓഫ് ജോബ്സ് എന്ന് പറയുന്നത് അത്ര താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഒരു വെയർ ഹൗസ് ജോബ്സിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ജോബ്സിലൊക്കെ നിൽക്കുന്നത്. വെയർ ഹൗസ് ജോബ്സിൽ എന്താണ് വരുന്നത് വെച്ചാൽ, ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അടുത്തൊരു വെയർ ഹൗസ് ഉണ്ട്. അവിടെ കൂടുതലായിട്ടും അവർ ചെയ്യണതെന്ന് വെച്ചാൽ അതൊരു ടീഷർട്ടിൻ്റെ വെയർ ഹൗസാണ്. അവരുടെ ടീഷർട്ടിൻ്റെ ബോക്സ് വരും, അതവിടെ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്തിട്ട് അവരുടെ സൈസ് അനുസരിച്ചിട്ടുള്ള ടീഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്തിട്ട് ബോക്സുകളിലാക്കിയിട്ട് മാറ്റുക. അതാണ് വെയർ ഹൗസിൽ വരുന്ന ജോബ്സ്. ഒരു ടീഷർട്ട് വെയർ ഹൗസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല വെയർ ഹൗസുകളുണ്ട്. ആമസോൺ വെയർ ഹൗസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെയർ ഹൗസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജോബ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ജോബ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അല്ലാതെ പാർട്ട് ടൈം ജോലി കിട്ടില്ല, പാർട്ട് ടൈം ജോലി കിട്ടാൻ വലിയ പാടാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. UK വന്നാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സൊക്കെ ഈസി ആയിട്ട് തന്നെ ലഭിക്കും. ഇനി പാർട്ട് ടൈം ജോബ്സ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏജൻസി വഴിയൊന്നും നിങ്ങൾ നോക്കാതിരിക്കുക. ഇവിടെ ഒരുപാട് ഏജൻസികളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 10 പൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു 2 പൗണ്ടോട് പിടിച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ ഏജൻസി വഴി നോക്കാതെ നിങ്ങളുടെ ഒരു NI നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിങ്ങൾ തന്നെ ഒന്ന് തിരയുക ജോബ്സൊക്കെ. ഫസ്റ്റ് ഇവിടെ വന്നാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോബ്സൊക്കെ സെറ്റ് ആവും, കാരണം അത്ര പാടുള്ളൊരു സംഭവമൊന്നുമല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും നോക്കുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ് ജോബ്സൊക്കെ. എല്ലാവരും ചെയ്യുന്നുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്സ് ജോബ്സൊക്കെ. ക്യാഷ് ഇൻ ഹാൻഡ്സും അവൈലബിൾ ആണ്. ഈ ഒരു 10 പൗണ്ടിൻ്റെ കിട്ടുമെന്ന് വരില്ല. ക്യാഷ് ഇൻ ഹാൻഡ്സൊക്കെ നിങ്ങൾക്ക് ഒരു 8 to 9 പൗണ്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും തന്നെ ഈസി ആയിട്ട് കിട്ടും. ക്യാഷ് ഇൻ ഹാൻഡ്സ് ജോബ്സൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഒരു 4 മാസം ഇപ്പോൾ വെക്കേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മാസം ക്ലാസ് ഇല്ല. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ക്യാഷ് ഇൻ ഹാൻഡ് ജോബ്സ് നോക്കേണ്ട ആവശ്യമില്ല. NIയിൽ തന്നെ 40 hours നമുക്ക് വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീസൊക്കെ അടച്ചു തീർക്കാനുള്ളവർക്ക് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഫീസൊക്കെ അടച്ചു തീർക്കാൻ പറ്റും. ഫീസ് അടച്ചു തീർക്കാനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്കിപ്പോൾ ഒരു 10 പൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു 40 hours വർക്ക് ചെയ്യണമെങ്കിൽ വീക്കിലി നമുക്ക് 400 പൗണ്ടായി. 400 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലത് 40,000 രൂപയാണ്. ഇവിടെ ഏറിപ്പോയാൽ 300 പൗണ്ട് മാത്രമേ മന്ത്ലി റെൻറ്റ് വരുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കും. പാർട്ട് ടൈം ജോബ്സൊക്കെ എല്ലാവർക്കും എന്തായാലും തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ജോബ്സിലും വെയർ ഹൗസ് ജോബ്സിലൊക്കെ വരുന്ന കാര്യങ്ങൾ. ഇനി റെസ്റ്റോറൻറ്റ് ജോബ്സിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരികയാണെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, റെസ്റ്റോറൻറ്റ് ജോബ്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണ്, ഞാൻ പറഞ്ഞില്ല, ഓർഡർ എടുക്കുക, അവരോട് സംസാരിച്ചിട്ട് എന്താണ് അവർ ഫുഡ് കഴിക്കുന്നത് വെച്ചാൽ ഓർഡർ എടുക്കുക, അതുപോലെ തന്നെ ഫുഡ് സെർവ് ചെയ്യുക. അത് കിച്ചണിലുണ്ടെങ്കിൽ വെച്ചാൽ കിച്ചണിൽ അവർ ആയി കഴിഞ്ഞ് വിളിക്കുക, അത് കൊണ്ടുപോയിട്ട് സെർവ് ചെയ്യുക കറക്റ്റായിട്ടും. അത്രയും മാത്രമേ ഈ ഒരു വെയിറ്റേഴ്സ് ജോബ്സിൽ വരുന്നുള്ളൂ. വെയിറ്റേഴ്സ് ജോബ്സ് വലിയ സീനൊന്നുമില്ല, നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ജോബ്സിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ കെയർ ഹോം ജോബ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് UK പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ചാണ്. പാർട്ട് ടൈം ജോബ്സൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ലഭിക്കും. അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇനിയിപ്പോൾ പാർട്ട് ടൈം ജോബ്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടണില്ല, ജസ്റ്റ് ഇതുപോലെ ഒരുപാട് ഇൻ്റർവ്യൂ വഴിയും വെബ്സൈറ്റ്സ് വഴിയൊക്കെ നോക്കി എന്നിട്ടൊന്നും ഒരു വഴിയില്ല, കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ കാണുന്നത്, ജസ്റ്റ് സെൻട്രൽ ലണ്ടനിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ചൈന ടൗൺ അങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. അതുവഴിയൊക്കെ ഒന്ന് നടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഒരുപാട് സ്ഥലത്തൊക്കെ വി ആർ ഹയറിംഗ് പറഞ്ഞിട്ടുള്ള ഒരുപാട് ബോർഡുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള CV ഒക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് CV കൊടുക്കുക. അപ്പോൾ ഒരു 10 എണ്ണത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 3 എണ്ണമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വിളിക്കുള്ളൂ, കോൾ വരുള്ളൂ, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കോൾ വരുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ഒരു 20 CV ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ അടിച്ചു വരികയാണെങ്കിൽ, നിങ്ങൾക്കൊരു 20 സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറിപ്പോൾ ഒരു 6-7 സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കോൾ വരും. അതിൽ നിന്ന് 1-2 ജോബ്സൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വഴികളൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു UK ജോബ്സിനെ കുറിച്ചിട്ടും UK സ്റ്റഡീസിനെ കുറിച്ചിട്ടും
എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തുണ്ടെങ്കിലും ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും UK പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ചിട്ടോ UK സ്റ്റഡീസിനെ കുറിച്ചിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് എൻ്റെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറിയിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. എനിക്കറിയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.